അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ. നമ്മൾ പാപമോചനത്തിൻ്റെ പത്തിലാണ്. പാപങ്ങൾ ചെയ്ത് ഹൃദയം കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന മഹാപാപികളായ നമുക്ക് ഒരു വർഷത്തിലെ 10 ദിവസം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനും ശുദ്ധിയാക്കാനും വൃത്തിയാക്കാനുമുള്ള ദിവസങ്ങളാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാനങ്ങനെ പാപമൊന്നും ചെയ്യാറില്ല, ഞാനങ്ങനെ ആരും ഉപദ്രവിക്കാറില്ല, ഞാനൊക്കെ ഏറ്റവും നല്ലവനാണ് എന്ന് നമ്മൾ ഭൂരിഭാഗം പേരൊക്കെ അങ്ങനെ ചിന്തിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം. 5 വക്കത്ത് പള്ളി വരുന്ന, തസ്ബീഹ് വെച്ചുകൊണ്ട് എപ്പോഴും ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി നടക്കുന്നവർ പോലും എത്ര സൂഫിയായിട്ടും എത്ര നല്ലവനാകാൻ നമ്മൾ ശ്രമിച്ചാലും അറിയാതെ നമ്മളിൽ നിന്ന് തെറ്റ് വന്നു പോകും. അതൊരു മനുഷ്യൻ്റെ പ്രകൃതിയാണ്. അത് മനുഷ്യനിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രവണതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവേതൊരു റബ്ബിൻ്റെ കയ്യിലാണോ അള്ളാഹു തന്നെയാണ് സത്യം. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് റസൂലുള്ള പറയാണ്. അപ്പോൾ എത്രമാത്രം അതിന് പവറുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ലൗ ലം തുദ്നിബു ലദഹബല്ലാഹു ബിക്കും വലജാഅ ബിഖൗമി യുദ്നിബൂൻ. പാപം ചെയ്യാത്ത കുറേ ആളുകളാണ് ഈ ദുനിയാവിൽ ഉള്ളതെങ്കിൽ അവരെ മാറ്റിയിട്ട് പാപം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിടെ കൊണ്ടുവരും. എന്നിട്ടോ അവർ പാപങ്ങൾ ചെയ്യും. ഫയസ്തഗ്ഫിറൂനല്ലാഹ ഫയഗ്ഫിർ ലഹും. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹുവിനറിയാം മനുഷ്യർ പാപം ചെയ്യുമെന്ന്, അള്ളാഹുവിനറിയാം ഞാനും നിങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണെന്ന്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ തെറ്റുകളെ ഓർത്ത് നമുക്ക് തോന്നുന്നൊരു വേദനയും പശ്ചാത്താപവുമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അറിയാതെ നമ്മൾ മനഃപൂർവ്വം തെറ്റ് ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ അറിയാതെയെങ്കിലും തെറ്റ് ചെയ്തു പോകും. അറിഞ്ഞു തന്നെ എത്രയോ തെറ്റ് ചെയ്തു പോകുന്നുണ്ട്. തെറ്റുകളുടെ ഒരു ലോകമായി നമ്മുടെ സാഹചര്യങ്ങളും വർത്തമാന കാലഘട്ടങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പിതാവിനെ അടിച്ചു കൊന്നിരിക്കുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ. സഹോദരങ്ങളെ, പാപങ്ങളുടെ ഏറ്റവും വലിയ കൂമ്പാരങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പാപമോചനത്തിൻ്റെ 10 മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പാപമോചനത്തിലോട്ട് നമ്മൾ അടുക്കണം. തെറ്റ് ചെയ്തു പോയി അള്ളാഹുവേ എന്നൊരു കുറ്റബോധം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, പശ്ചാത്താപം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നൊരു കുറ്റബോധമാണ്. പറ്റിപ്പോയല്ലോ റബ്ബേ എന്നുള്ള കുറ്റബോധം, യജമാനനായ റബ്ബിനോട് അടിമയ്ക്ക് തോന്നുന്ന ഒരു കുറ്റബോധത്തിൻ്റെ, ഒരു നീറ്റലിൻ്റെ, ഒരു വേദനയുടെ, ഒരു നൊമ്പരത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ തൗബ എന്ന് പറയുക. ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറണം. ഞാൻ തെറ്റുകാരനാണ്, കുറ്റക്കാരനാണെന്നുള്ള ബോധം എനിക്കുണ്ടാവണം. ഞാൻ കുറ്റം ചെയ്യാത്തവനാണെന്ന ബോധമല്ല, ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ്, ചെയ്തവനാണ്. ഇപ്പോൾ മരണപ്പെട്ടാൽ എൻ്റെ ആഖിറം ആകെ നഷ്ടത്തിലാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എന്നിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അങ്ങനെ അവൻ തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ ചൊല്ലും, ഫയഗ്ഫിർ ലഹും, അള്ളാഹുവിന് പുറത്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ പാപമോചനം തേടുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യുക. ഇനി തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഈ പറയപ്പെട്ട ഹദീസ്. ചെയ്തുപോയ തെറ്റുകളെ ഏറ്റുപറയാനും അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്തിയിട്ട് മാപ്പപേക്ഷിക്കാനും ഉള്ള ഹദീസായിട്ട് മനസ്സിലാക്കണം. മരണം നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്, തൊട്ട് പിന്നിലുണ്ട്, നമ്മുടെ മുന്നിലും പിന്നിലുമായിട്ട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രംഗം കടന്നു വരുന്നതിന് മുമ്പ് റബ്ബിനോട് തൗബ ചെയ്യണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇയ്യാക്കും വമുഹ്തിറാത്തു ദുനൂബ്. ചെറിയ തെറ്റുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും കുഴപ്പമില്ല, ചെറിയൊരു നുണ പറയുന്നു, ചെറിയൊരു കള്ളം പറയുന്നു, ചെറിയ മോഷണങ്ങളൊക്കെ നടത്തുന്നു, വലിയ കുറ്റങ്ങളൊന്നുമല്ല, മദ്യപാന വ്യഭിചാരമൊന്നുമല്ല, കൊലപാതകങ്ങളൊന്നുമല്ല, ചെറിയ തെറ്റുകൾ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അതുപോലും നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ട്? ആ തെറ്റുകൾ കൂടി ഒരു വലിയ കൂമ്പാരമായിട്ട് മാറും, ഒരു വലിയ തെറ്റിന് സമാനമായിട്ട് മാറും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉണ്ട്, ഇന്നൽ അബ്ദ ഇദാ അഖതിഅതൻ, ഒരു അടിമ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ അവന്റെ ഖൽബിൽ നുക്തത്തുൻ സൗദാ, ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. ഫഇദാ ഹുവ നസാ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു,
അങ്ങനെ ആ പുള്ളികൾ വീണ് 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 ഹൃദയം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഹൃദയം മൂടിപ്പോകുന്നതാണ്. മാത്രമല്ല ആ ഹൃദയം കൊണ്ട് പിന്നെ അവന് ചിന്തിക്കാൻ പറ്റില്ല, നന്മ ചിന്തിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലോട്ട് അവന് ഹൃദയ കാഠിന്യമുള്ളവനായി അവൻ മാറും. അള്ളാഹുവിന്റെ റസൂൽ ശേഷം പറയുന്നു, ഒരുവൻ ഇസ്തിഗ്ഫാർ ചൊല്ലി അവന്റെ ഹൃദയം അങ്ങനെ അവൻ ശുദ്ധിയാക്കാൻ പറ്റും അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപമോചനത്തിന്റെ ഈ 10 പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഫോട്ടോ മനസ്സിൽ കാണുക. ഒരു കറുത്ത ഒരു കൂമ്പാരം പോലത്തെ ഒരു സാധനമായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ കാണണം. ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, അത് കീറി നോക്കിയാൽ ചിലപ്പോൾ ഒരു ചുവന്ന കഷ്ണമായിരിക്കും അതിൻ്റെ ബാഹ്യമായ അവയവം. ആന്തരികവും ആത്മീയവുമായിട്ട് നോക്കുമ്പോൾ മഹാന്മാര് പറയുന്നു ഒരു കറുത്ത രൂപം പോലെ അതിങ്ങനെ മാറും. ആ രൂപം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നന്മകൾ പറയുന്ന പണ്ഡിതന്മാരുടെയോ ഉപദേശിക്കാൻ വരുന്ന നല്ല സ്വാലിഹീങ്ങളുടെയോ ഉപദേശങ്ങളൊന്നും നമ്മുടെ തലയിൽ കയറാത്തതും ഹൃദയം മരവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ചെറിയ തെറ്റ് പോലും നമ്മൾ ഒഴിവായി മാറണം. ഒരു കള്ളം പറയാൻ പോലും പാടില്ല. ചെറിയ ഒരു ന്യൂനത പോലും നമ്മുടെ ഭാഗത്ത് വരാത്ത രീതിയിൽ നമ്മൾ പരിശുദ്ധരായിട്ട് വേണം ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ. അല്ലെങ്കിൽ ചെന്ന് കിടക്കുന്ന ഖബറിൻ്റെ ഉള്ളിൽ ഒരു സമാധാനവും ഉണ്ടാവുകയില്ല. പരിശുദ്ധമായ റമളാന്റെ 2ാമത്തെ 10 ഈ സുന്ദര മുഹൂർത്തങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ടും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന പുണ്യമായ ദിക്ർ കൊണ്ട് നമുക്ക് മുന്നേറാം. നാഥനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ നല്ല ദുആകളിൽ ഒരിടം പ്രതീക്ഷിച്ചുകൊണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.